അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഈ ഭൗതികമായ ദുനിയാവ്, ഭൗതികമായ ലോകം, അത് വളരെയധികം പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ്. അഥവാ ഭൗതികതയുടെ പിന്നാലെ പോകുന്നവർക്ക് ഇത് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന, മധുരമുള്ള, കാണാൻ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ലോകമാണ്. പക്ഷേ ഇതിനേക്കാൾ സുന്ദരമായ, ഇതിനേക്കാൾ വളരെയധികം ഭംഗിയുള്ളൊരു ലോകം നമുക്ക് വരാനുണ്ട്. അവിടെ വിജയിക്കാൻ ഈ ഭൗതികമായ ലോകത്തെ നശ്വരമായ ജീവിതത്തിൽ നാം ഒരിക്കലും ആഖിറം മറന്നുള്ള ജീവിതം നയിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടെയായിരിക്കണം ഭൗതികമായ ലോകത്ത് നാം ജീവിക്കേണ്ടത്. ഒരിക്കലും ഇവിടുത്തെ പച്ചപ്പിൽ മതിമറന്ന് ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനത്തിലും നാം പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ഗൗരവത്തിൽ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദറത്തുൻ. ഈ ദുനിയാവെന്നുള്ളത് നല്ല മധുരമുള്ളതും പച്ചയുമായതുമാണ്. പച്ച നിറമുള്ള നല്ല മധുരമുള്ളൊരു വസ്തു, അത് കണ്ണിന് വലിയ ആനന്ദം നൽകുമ്പോൾ തന്നെ ശരീരം അതൊന്ന് ഭക്ഷിച്ചു നോക്കാൻ, അതൊന്ന് രുചിച്ചു നോക്കാൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ അതിനെ രുചിച്ച് അതിൻ്റെ ആ മധുരത്തിലും അതിൻ്റെ സന്തോഷത്തിലും ഭൗതികമായി പളപളപ്പിലും നാം അകപ്പെട്ട് പാരത്രികമായ ജീവിതം മറന്നുപോയാൽ അവന് വല്ലാത്ത പരാജയമായിരിക്കും നേരിടേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ സമ്പാദ്യം അതുണ്ടാക്കിയെടുക്കാൻ ഏതൊരു മാർഗവും സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല. ഹലാലായ റബ്ബ് നമുക്ക് അനുവദനീയമാക്കി തന്ന കാര്യത്തിലൂടെ അല്ലാതെ, ആ മാർഗത്തിലൂടെ അല്ലാതെ ഒരിക്കലും നാം മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും കളവ് പറഞ്ഞും മറ്റു രൂപത്തിലൊക്കെ മറ്റുള്ളവൻ്റെ അർഹതപ്പെട്ടതൊക്കെ തട്ടിയെടുക്കുന്നൊരു സ്വഭാവം അതുണ്ടായിക്കഴിഞ്ഞാൽ പാരത്രികമായ ലോകത്ത് നാം കുടുങ്ങിപ്പോകും. ഒരുപക്ഷേ ഭൗതികമായി നമുക്ക് നേട്ടങ്ങളുണ്ടായെങ്കിലും ഒരിക്കലും നാം മരിച്ചു പോകുമ്പോൾ നാം അധ്വാനിച്ചുണ്ടാക്കിയ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമൊന്നും ഒരിക്കലും നമ്മൾ ആരും കൊണ്ടുപോകില്ല. വെറും മൂന്ന് കോറ തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് നമ്മെ ഖബറിലേക്ക് യാത്രയാക്കുന്നത്. ആ ഒരു വിചാരം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അവിടുന്ന് പറഞ്ഞതായി കാണാം, വത്തഖുദ്ദുന്യാ, നിങ്ങൾ ദുനിയാവിനെ വല്ലാതെ ശ്രദ്ധിക്കണേ, വല്ലാതെ സൂക്ഷിക്കണേ. വത്തഖുന്നിസാ, അതുപോലെ തന്നെ സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം മുത്തനബി തങ്ങൾ തന്നെ അവിടെ നിന്നൊരു അനുഭവമായി പറയുകയാണ്, നമ്മുടെ മുൻഗാമികളാകുന്ന ബനീ ഇസ്രായേലിയർ, അവർ ആദ്യമായി അവർക്കിടയിൽ കുഴപ്പങ്ങളുണ്ടാവാൻ, ഫിത്തനകളുണ്ടാകാൻ കാരണമായി തീർന്നത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ അവരുടെ ആ ഭംഗിയിലും അവരുടെ മറ്റു സൗന്ദര്യത്തിലൊക്കെ പെട്ടുകൊണ്ട് ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനത്തിലും നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. വളരെയധികം ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതമായിരിക്കണം ഭൗതികമായ ലോകത്ത് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭൗതികമായ ലോകത്ത് പ്രതിനിധികളാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹു നൽകിയ അനേകായിരം നിഅമത്തുകൾ അവ ആസ്വദിക്കുമ്പോൾ അതിന് അള്ളാഹു നിങ്ങൾ നന്ദി ചെയ്യുന്നുവോ അതല്ല നന്ദികേട് കാണിക്കുന്നുവോ? റബ്ബ് നൽകിയ സമ്പത്ത് കൊണ്ട് അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ അതിനെ നിശ്ചയിക്കപ്പെട്ട ശതമാനം പാവപ്പെട്ടവരുടെ അർഹതപ്പെട്ടതാണ്, അത് അവരിലേക്ക് നൽകുന്നുവോ? പാവപ്പെട്ടവനെ നിങ്ങൾ സഹായിക്കുന്നുവോ? അതുപോലെ തന്നെ മറ്റു അള്ളാഹു നൽകിയ നിഅമത്തുകളെ കൊണ്ടൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് ഹലാലായ മാർഗത്തിലൂടെയാണോ അതല്ലെങ്കിൽ റബ്ബ് വരുത്തപ്പെടാത്ത മാർഗത്തിലൂടെയാണോ അവ ഉപയോഗിക്കുന്നത്? ഇതെല്ലാം അള്ളാഹു തആല വീക്ഷിക്കുന്നുണ്ട്. നേരായ മാർഗത്തിൽ റബ്ബ് നമ്മോട് കൽപ്പിച്ച മാർഗത്തിലൂടെ ഒരാൾ ജീവിച്ച് മരിക്കാൻ സാധിച്ചാൽ അയാൾക്ക് ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഭൗതികമായ ലോകത്തെ ഈ സുഖാഡംബരങ്ങൾ മതിമറന്നുകൊണ്ട് ആഖിറം മറന്നുകൊണ്ട് ജീവിച്ചാൽ നാളെ പാരത്രികമായ ലോകത്ത് റബ്ബിന് മുന്നിലെത്തുമ്പോൾ നാം കുടുങ്ങിപ്പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.